ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു ക്ലാസ്സുമായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു 2 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാമെന്നുള്ള രീതിയിൽ മാത്രം വന്ന ഒരു വീഡിയോ ആണ്. സോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സോ 2023 അങ്ങനെ കഴിയുകയാണ് അല്ലേ? യെസ്, ഏകദേശം 365ഓളം ദിവസങ്ങൾ ഇത്ര പെട്ടെന്ന് പോയോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നും. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നു പോകുന്നതെന്ന് പലർക്കും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ എൻ്റെ കേസിലും അത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ 2003 ഇത്ര വേഗം കഴിഞ്ഞോ എന്നുള്ളൊരു അത്ഭുതമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇപ്പോൾ 2023 തുടങ്ങി, ഏകദേശം ഫെബ്രുവരി വന്നപ്പം സബ് എഞ്ചിനീയർ എക്സാം നടന്നു, KSEB സബ് എഞ്ചിനീയറിൻ്റെ എക്സാം നടന്നു. ദെൻ അതിനുശേഷം ജൂണിനോട് അടുപ്പിച്ചിട്ട് എന്താണ് KSEB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ദെൻ ലെക്ചർ ഇൻ പോളി പോലെയുള്ള പരീക്ഷകളും നടന്നു. സോ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതാ 2023 ഡിസംബറായി. നാളെ അടുത്ത ദിവസം 2024 പുതുവർഷം വരികയാണ് എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിൽ കൂടി പോകുന്നത്. സോ ഓരോ വർഷം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഉയർച്ചയും താഴ്ചകളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ 2023 നോക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വർഷമാണെന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. കാരണം എന്താണ്? യെസ്, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ പരീക്ഷകൾ നടന്നിട്ടുള്ള ഒരു വർഷമായിരുന്നു 2023 എന്ന് പറയുന്നത്. എത്രത്തോളം പരീക്ഷകളാണെന്ന് നമുക്ക് തന്നെ പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ? ഒരു ഡിഗ്രി പഠിച്ച, ഒരു ഡിപ്ലോമ പഠിച്ച ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ എഴുതിയിട്ടുള്ള പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഒരു 10-12ഓളം പരീക്ഷകൾ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഓപ്പറേറ്റർ, ഓവർസിയർ, ദെൻ ഡ്രാഫ്റ്റ്മാൻ അല്ലേ, ദെൻ സബ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തന്നെ കുറേയധികം PWD എഴുതിയിട്ടുണ്ടാവും. ദെൻ യുണൈറ്റഡ് ഇലക്ട്രിക്കലിൻ്റെ എഴുതിയിട്ടുണ്ടാവും, KSEB എഴുതിയിട്ടുണ്ടാവും അല്ലേ, വാട്ടർ അതോറിറ്റി ചിലപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ദെൻ യെസ്, ലെക്ചർ ഇൻ പോളി, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ, അങ്ങനെ നിരവധി പോസ്റ്റുകൾക്ക് വേണ്ടി ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ, ഒരു സിംഗിൾ എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നിരവധി പരീക്ഷകൾ എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു സുവർണാവസരം ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു 2023 എന്ന് പറയുന്നത്. ആ ഒരു ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാനും. ഇതിൻ്റെയൊക്കെ റിസൾട്ടുകൾ നിങ്ങൾക്ക് വരുന്ന ഒരു വർഷമായിരിക്കും 2024 എന്ന് പറയുന്നത്. ഒന്നിലധികം പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റുകൾ വന്നു, അഡ്വൈസുകൾ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അഡ്വൈസുകൾ പോയി കുറേയധികം പേര് ജോലിയിലൊക്കെ പ്രവേശിച്ചു അല്ലേ? ഇപ്പം അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പറയുകയാണെങ്കിൽ ആൾക്കാരൊക്കെ ജോലി പ്രവേശിച്ചു. ദെൻ PWD AEയുടെ കേസിൽ, ദെൻ അതിനുശേഷം വേറെ ഏതാ എക്സാം ഉണ്ടായിരുന്നത്, ഓവർസിയർ പരീക്ഷകളിലൊക്കെ നിയമനം ലഭിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മുടെ അതിനുശേഷം ഉണ്ടായിരുന്ന KSEB സബ് എഞ്ചിനീയർ, ദെൻ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, KSEB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ദെൻ ലെക്ചർ ഇൻ പോളി, ദെൻ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ തുടങ്ങിയ പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റുകൾ വരാൻ വേണ്ടി പോകുന്നതും അതിൻ്റെയൊക്കെ അഡ്വൈസുകൾ പോകാൻ വേണ്ടി പോകുന്നതും ഒക്കെ ഇത് വർഷമായിരിക്കും 2024 ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രതീക്ഷ നിറഞ്ഞ ഒരു വർഷമായിരിക്കും 2024 എന്ന് പറയുന്നത്. ഇനി ഈ പരീക്ഷകളൊന്നും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു വിഭാഗം ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യണം? യെസ്, നിങ്ങളുടെ പഠിത്തം നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്യുക. 2024 എൻ്റെ വർഷം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് കഠിന പ്രയത്നം ചെയ്യുക. നമുക്കിനി പരീക്ഷകൾ വരുന്നുണ്ടല്ലേ, കുറച്ചുകൂടി പരീക്ഷകൾ ഇനി ഉണ്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന. ട്രേഡ്സ്മാൻ പോലെയുള്ള പരീക്ഷകൾ, ദെൻ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ദെൻ ഇൻസ്ട്രക്ടർ പോലെയുള്ള പരീക്ഷകളൊക്കെ ഇനി 2024 വരാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്ക് നാളെ മിക്കവാറും കേരള PSCയുടെ കലണ്ടർ വരും അല്ലെ, എക്സാം കലണ്ടർ വരും. അതായത് 2024 നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷകളുടെ ഒരു വലിയൊരു കലണ്ടർ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ജനുവരി 1 നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യും കേട്ടോ. അത് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും എത്രത്തോളം പരീക്ഷകൾ വരുന്നുണ്ട്. സോ എനിക്ക് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഇനി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഹോപ്പ് കൈവിടാതെ നിങ്ങൾ ഇപ്പം എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അത് കണ്ടിന്യൂ ചെയ്യുക. മനസ്സിലെപ്പോഴും ഓർത്ത് വെക്കുക, നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ദെൻ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടി പറ്റിയിട്ടില്ല, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്താത്തത് കൊണ്ടാണ് ഈ പറയുന്ന ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതല്ലാതെ നിങ്ങൾ മോശമാണ്, എനിക്ക് തീരെ പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റുന്ന പണിയല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കല്ല വേണ്ടത്. യെസ്, നിരവധി ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. സോ അവരുടെ കൂടെ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോൾ പറ്റിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഈ ഒരു പരിശ്രമം തുടർന്നു കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ എൻ്റേതാണ് എന്നുള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടി പറ്റും.
സോ ചെയ്യേണ്ട കാര്യം എന്താണ്? ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് എപ്പോഴും ഒരു സമയമെടുക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലോർത്തുകൊണ്ട്, ഇതൊന്നും ഒരു 1-2 ആഴ്ച കൊണ്ടോ 1-2 മാസം കൊണ്ടോ ഒന്നും കിട്ടുന്ന ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമല്ല അല്ലേ. നല്ല കോമ്പറ്റീഷനുള്ള ഏരിയ ആണ്. നിങ്ങളൊരു 5-10 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു 10-20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് മാത്രം പോയി കഴിഞ്ഞാൽ ചിലപ്പം ഒരു റാങ്ക് ലിസ്റ്റിലൊക്കെ കയറാൻ വേണ്ടി പറ്റുമായിരിക്കും. ഓക്കെ, പക്ഷേ ഇന്നത്തെ കേസ് അതല്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഇഷ്ടം പോലെയുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. സമയമില്ലെങ്കിലും സമയം കണ്ടെത്തിയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ദെൻ നിലവിലും ജോലി ചെയ്തുകൊണ്ട്, ഇപ്പം ഇഷ്ടമല്ലാത്ത ജോലിയാണെങ്കിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്തുകൊണ്ടോ അവനവന് കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ ഉദ്യോഗാർത്ഥികളുണ്ട്. സോ അവരുടെയൊക്കെ കൂടെ എത്തണമെങ്കിൽ, ആ ഒരു ലെവൽ പിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ ഒരു ലെവൽ ഒന്ന് കൂട്ടേണ്ടി വരും. കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് കൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്ത് നിങ്ങൾ ആ ഒരു നോളജബിൾ പേഴ്സൺ ആയി, അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു എന്നുള്ള ആ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് കയറുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. സോ ഏവർക്കും വിജയാശംസകൾ നേരുന്നു. 2024 നിങ്ങളുടെ വർഷമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം നിങ്ങളോട് ഒന്ന് സംവദിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചാനലിൽ കൂടി നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസ്, എക്സാം ടിപ്പുകൾ, ഇൻ്റർവ്യൂ ടിപ്പുകൾ, ദെൻ കുറച്ച് ക്ലാസ്സുകൾ കേട്ടോ, നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ക്ലാസ്സുകൾ, അത്തരത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഗൈഡൻസ് ആണ് ഈ ഒരു ചാനലിൽ കൂടി നൽകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്നുള്ള ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ സീരീസ് കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വീഡിയോസ് മുതൽ കണ്ടു നോക്കുക കേട്ടോ. ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല ഉപയോഗപ്രദമാവും. കുറേയധികം ഉദ്യോഗാർത്ഥികൾ ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ അടുത്ത ദിവസം എന്തായാലും ട്രേഡ്സ്മാൻ്റെ ബാക്കി വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. സോ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്